എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ LB അക്കാദമി ട്യൂഷൻ സെന്ററിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സന്തോഷം ആര് മുഖേനയാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർത്തിക കണ്ണൻ വഴിയാണ്. കാർത്തിക 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. നമ്മുടെ LB അക്കാദമി ട്യൂഷൻ സെന്ററിൽ 1 വർഷത്തോളമായിട്ട് ഇവിടെ ട്യൂഷന് വന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർത്തികയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മെഡലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കാർത്തികയ്ക്ക് ലഭിച്ചിരിക്കുന്ന എന്തിനാണെന്ന് കാർത്തികയോട് തന്നെ ചോദിച്ചു നോക്കാം. കാർത്തിക ഇപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. ഇവിടെ നമ്മുടെ ട്യൂഷന് വന്നിട്ട് ഇപ്പോൾ 1 വർഷത്തോളം കഴിഞ്ഞു അല്ലേ? ഏതൊക്കെ വിഷയത്തിന് ട്യൂഷന് ജോയിൻ ചെയ്തിരിക്കുന്നേ? മലയാളവും കണക്ക് 2 സബ്ജക്ട്. പിന്നെ അതല്ലാതെ എല്ലാ ഓവറോൾ കുറെ സബ്ജക്റ്റുകൾ ഇവിടെ നിന്ന് എടുത്ത് തരുന്നുണ്ട് അല്ലേ? അപ്പം ഈ ഒരു മെഡല് ഇപ്പൊ കാർത്തിക് ലഭിച്ചു കഴിഞ്ഞപ്പോ എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷം തോന്നി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡൽ ലഭിച്ചത്? സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ സെക്കൻഡ് കിട്ടി. അപ്പം LB അക്കാദമി ട്യൂഷൻ സെന്ററിലൂടെ കാർത്തിക് ലഭിച്ചിരിക്കുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കാർത്തിക് എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ കുറച്ച് സബ്ജക്റ്റിൽ കുറച്ച് വീക്കായിരുന്നു അല്ലേ? അപ്പൊ അതിൽ നിന്നാണ് ഒരുപാട് ഇതിൽ നിന്ന് മുമ്പോട്ട് വന്നിട്ടാണ് ഇപ്പൊ ക്ലാസ്സിൽ ഈ ഒരു സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മെഡൽ കാർത്തിക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പൊ കാർത്തികിന്റെ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫുൾ A+ ആയിരുന്നു അല്ലേ? ഏത് 10ാം ക്ലാസ്സിലും പ്ലസ് എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആയിരുന്നു അല്ലേ? അപ്പൊ കാർത്തിക കുറച്ച് പുറകോട്ടായിരുന്നു. എങ്കിൽ പോലും ഇത് കാർത്തികയെ സംബന്ധിച്ച്, കാരണം അത്രത്തോളം പുറകിൽ നിന്ന് ഒരു കുട്ടിയാണ് മുമ്പിൽ, അതായത് ക്ലാസ്സിൽ സെക്കൻഡ് പ്രൈസ് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു അംഗീകാരം തന്നെയാണ്. കാരണം കാർത്തികയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ കാർത്തിക ഇത് വെച്ചോളൂ, എന്താ ഇവിടെ കുത്തുമായിരുന്നു അല്ലേ? ഓക്കെ, അവിടെ വെച്ചു. അപ്പോൾ കാർത്തികയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ്സിൽ വളരെ വീക്കായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. അതിൽ നിന്നാണ് കുട്ടി ഇപ്പം ക്ലാസ്സിൽ സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. കാർത്തികയ്ക്ക് ഒരു നേട്ടം ലഭിച്ചപ്പോൾ എന്താണ് കാർത്തികയ്ക്ക് പറയാനുള്ളത്? പിന്നെ നേരത്തെ ക്ലാസ്സിൽ അങ്ങനെ സ്ഥാനമായിട്ടുള്ള രീതിയിൽ ഉണ്ടായിരുന്നോ? ഏറ്റവും പുറകിലായിരുന്നു. അപ്പം നിങ്ങൾക്കാണെങ്കിലും കാർത്തികയുടെ ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പുറകിലാണെങ്കിൽ നമുക്ക് പറ്റും അല്ലേ? നമ്മൾ മുമ്പോട്ട് വരാണ്ട്. അപ്പൊ കാർത്തിക തന്നെ പറയുന്നുണ്ട് ഏറ്റവും പുറകിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ആലോചിക്കാന്നേ ഉള്ളൂ. അതിൽ നിന്നാണ് ഈ ഒരു വിജയം ഈ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പൊ ക്ലാസ് സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം അത്രയും ബാക്കിൽ നിന്നൊരു കുട്ടിയെ നമുക്ക് അത്രയും മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചല്ലോ എന്ന ഓർത്തതിൽ വളരെയധികം സന്തോഷം. പിന്നെ കാർത്തികയ്ക്കാണെങ്കിലും ഇതിൽ വളരെ സന്തോഷം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതും നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷം തന്നെയാണ്. അപ്പൊ ഇനിയും കാർത്തികയ്ക്ക് മുമ്പോട്ട് വരാനായിട്ട് സാധിക്കട്ടെ. ട്യൂഷനൊക്കെ ഇവിടെ വരുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ? വായിക്കാനും എഴുതാനൊക്കെ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും മുമ്പോട്ട് നല്ല രീതിയിൽ വരാനായിട്ട് സാധിക്കട്ടെ. ഇനി ക്ലാസ് സെക്കൻഡ് ആണ്, ക്ലാസ്സിൽ ഫസ്റ്റ് വരട്ടെ. അതിലും ഉയർന്ന നല്ല രീതിയിൽ നല്ല മാർക്ക് വാങ്ങിച്ച് എല്ലാവരുടെ മുമ്പിൽ, നമ്മുടെ പേരൻസിനാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒക്കെ മുമ്പിലാണെങ്കിലും നല്ലൊരു രീതിയിൽ നല്ല അഭിമാനത്തോടു കൂടി കാർത്തികയ്ക്ക് നിൽക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ താങ്ക് യു പറഞ്ഞോളൂ കാർത്തിക്. താങ്ക് യു.